നമസ്കാരം. ഞാൻ ഡോക്ടർ എൽസ മേരി കുര്യൻ. ഇയർഫോണിൻ്റെ അമിതമായ ഉപയോഗം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും അത്തരം പ്രശ്നങ്ങളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുമാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്. നമ്മളെല്ലാവരും അവനവനിലേക്ക് തന്നെ ചുരുങ്ങുന്ന ഒരു ലോകത്താണ് ഇന്ന് ജീവിക്കുന്നത്. എല്ലാവർക്കും തിരക്കാണ്. പ്രഭാത സവാരിയിലും യാത്രയിലും ഓഫീസിലും പുഞ്ചിരി മറന്ന് ലോകം ഇയർഫോൺ വെച്ച് അങ്ങനെ ഇരിക്കുന്നു. മറ്റുള്ളവർക്ക് ശല്യമുണ്ടാക്കുന്നില്ല എന്നത് ശരിയാണ്. പക്ഷേ നമ്മളിൽ തന്നെ ഈ ഇയർഫോൺ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് നമുക്കൊന്ന് നോക്കിയാലോ? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒരു മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. 100 കോടിയോളം വരുന്ന നമ്മുടെ യുവതലമുറ ഇയർഫോണിൻ്റെ അമിത ഉപയോഗത്താൽ ബധിരരായിക്കൊണ്ടിരിക്കുകയാണ്. ചുറ്റുമുള്ള ശബ്ദം കൂടുമ്പോൾ നമ്മൾ സ്വാഭാവികമായും നമ്മുടെ ഇയർഫോണിൻ്റെ ശബ്ദവും കൂട്ടുന്നു. പക്ഷേ ഒരു വശത്തുനിന്ന് ഇത് നമ്മളുടെ ശ്രവണശക്തിയെ കുറച്ചു കൊണ്ടുവരികയാണ്. എങ്ങനെയാണ് നമ്മൾ കേൾക്കുന്നത്? ഒരു ശബ്ദം നമ്മളുടെ ചെവിയിലേക്ക് വരുമ്പോൾ ഇയർ കനാൽ വഴി അത് ഇയർ ഡ്രമ്മിലെത്തുകയും അവിടെ നിന്ന് അതിന് ചെറിയൊരു വൈബ്രേഷൻ ഉണ്ടായി അത് കണ്ടക്റ്റ് ചെയ്ത് മാലിയസ് ഇൻകസ് ടേപ്സ് എന്ന 3 ചെറിയ ബോണുകൾ അസ്ഥികൾ വഴി ഈ ശബ്ദം കോക്ലിയയിലെത്തുകയും ചെയ്യുന്നു. ഈ കോക്ലിയയിൽ ധാരാളം ചെറിയ ചെറിയ ഹെയർ സെൽസ് ഉണ്ട്, ആയിരക്കണക്കിന് ഹെയർ സെൽസ്. ഈ ഹെയർ സെൽസ് ആണ് ശബ്ദത്തെ ഒരു ഇലക്ട്രിക്കൽ സിഗ്നലാക്കി നമ്മളുടെ ബ്രെയിനിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ സ്ഥിരമായി ഉയർന്ന ഡെസിബലിലുള്ള ശബ്ദം ഈ ഹെയർ സെൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഹെയർ സെല്ലിൻ്റെ സ്ഥായിയായ നാശത്തിനോ അല്ലെങ്കിൽ താൽക്കാലികമായ നാശത്തിലേക്കോ അത് വഴിവെക്കും. അങ്ങനെ ഉണ്ടാകുന്ന കേൾവിക്കുറവിനെ നമ്മൾ നോയ്സ് ഇൻഡ്യൂസ്ഡ് ഹിയറിംഗ് ലോസ് എന്ന് പറയും. NIHL, നോയ്സ് ഇൻഡ്യൂസ്ഡ് ഹിയറിംഗ് ലോസ്, അതായത് അമിതമായ ശബ്ദം കൊണ്ടുണ്ടാകുന്ന ഹിയറിംഗ് ലോസ്. ഇത് ചിലപ്പോൾ ടെമ്പററി ആകാം, ചിലപ്പോൾ പെർമനൻറ്റും ആകാം. ഇതൊരു സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ആണ്. ഇയർഫോൺ ഉപയോഗിക്കുന്നവരിൽ മറ്റു പ്രശ്നങ്ങളും ധാരാളം കണ്ടുവരുന്നുണ്ട്. ഒന്ന്, ചെവിയിൽ സ്ഥിരമായി ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത. കാരണം ഇയർഫോൺ നമ്മുടെ ചെവിക്കുള്ളിൽ ഈർപ്പം ട്രാപ്പ് ചെയ്ത് നിർത്താനുള്ള ഒരു സാധ്യത ഉണ്ടാകുന്നു. അങ്ങനെ ബാക്ടീരിയ വളരാനുള്ള ഒരു സ്ഥലം നമ്മൾ തന്നെ ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചിലർ ചെവിയിലൂടെ ട്രെയിൻ ഓടുന്ന പോലുള്ള ശബ്ദം അല്ലെങ്കിൽ ചെവി കൂകുന്നു എന്നൊക്കെ പരാതി പറയാറുണ്ട്. ടിനിറ്റസ് എന്ന് പറയുന്ന ഈ അവസ്ഥയും ഇയർഫോണിൻ്റെ അമിതമായ ഉപയോഗം കൊണ്ട് ഉണ്ടാകുന്നതാണ്. മാത്രമല്ല നമ്മുടെ ചെവിയിലുള്ള വാക്സ്, ചെവിക്കായത്തെ ഇയർഫോൺ തള്ളി അകത്തേക്ക് വെക്കുകയും ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ചെവിക്കായം ഒന്ന് അടഞ്ഞിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ വേറെ. മാത്രമല്ല സ്ഥിരമായി ഇയർഫോൺ ഉപയോഗിക്കുന്നവരിൽ തലവേദന, കഴുത്തുവേദന പോലുള്ള അസുഖങ്ങളും ധാരാളമായി കാണുന്നുണ്ട്. ഇനി നമുക്ക് ശാരീരികം വിട്ട് മാനസികത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകാഗ്രത കുറവ്, അതായത് നമ്മുടെ കോൺസെൻട്രേഷൻ കുറയുക എന്നുള്ള പ്രശ്നം ഇയർഫോൺ ഉപയോഗിക്കുന്നവരിൽ വളരെ കൂടുതലായി കാണുന്നുണ്ട്. കൂടാതെ നമ്മൾ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് സ്വയം ഉൾവലിയാനുള്ള ഒരു പ്രവണതയും ഇയർഫോൺ ഉപയോഗിക്കുന്നവരിൽ കൂടുതലായി കാണുന്നുണ്ട്. ഇയർ കനാലിൽ ശബ്ദമുണ്ടാക്കുന്ന ഈ പ്രഷറിനാൽ ഇയർഫോൺ ഉണ്ടാക്കുന്നവർക്ക് തലകറക്കവും സ്ഥിരമായി കാണാറുണ്ട്. ഇയർഫോൺ ചില സമയങ്ങളിൽ ബ്രെയിനിൽ വരെ വലിയ ഡാമേജുകൾ ഉണ്ടാക്കും. ചെവിയിലുണ്ടാകുന്ന ഇൻഫെക്ഷൻ ബ്രെയിനിലേക്ക് എത്തുന്നത് കൂടാതെ തന്നെ ഇയർഫോൺ ഉണ്ടാക്കുന്ന ഈ ഹൈ ഫ്രീക്വൻസി ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ബ്രെയിനിലെ നെർവ് സെൽസിനെ നശിപ്പിക്കാൻ തക്ക കഴിവുള്ളതാണ്. അങ്ങനെ ഉണ്ടാകുന്ന ബ്രെയിൻ ഡാമേജുകൾ വേറെ. ഇത്രയേറെ പ്രശ്നങ്ങളുണ്ടെങ്കിലും പല സമയത്തും ഇയർഫോൺ നമുക്കൊരു ഉപകാരിയാണ്. പക്ഷേ എങ്ങനെ നമുക്കിത് സേഫായി ഉപയോഗിക്കാം എന്ന് നോക്കാം. ഇയർഫോൺ ഉപയോഗിക്കുമ്പോൾ വോളിയം പരമാവധി കുറച്ച് ഉപയോഗിക്കുക. 60% കൂടുതൽ ഒരിക്കലും വോളിയം കൂടാതെ നോക്കുക. ഉപയോഗിക്കുന്ന സമയം പരിമിതപ്പെടുത്തുക. 1 മണിക്കൂറാണ് ഒരു ദിവസം മാക്സിമം അനുവദനീയമായ സമയം. അതുകൂടാതെ ചെവിയുടെ ഉള്ളിൽ തിരികെ വെക്കുന്ന തരം ഇയർഫോണുകൾക്ക് പകരം ചെവിയുടെ പുറമെ നിന്ന് വെക്കാവുന്ന തരം ഇയർഫോണുകൾ ഉപയോഗിക്കുക. യാത്ര ചെയ്യുമ്പോൾ ഇയർഫോൺ കഴിയുന്നത്ര ഉപയോഗിക്കാതിരിക്കുക. യാത്ര ചെയ്യുമ്പോൾ എന്തായാലും നമ്മളുടെ ശരീരം അനങ്ങിക്കൊണ്ടിരിക്കുകയാണ്, കൂടാതെ പുറമെ നിന്നുള്ള ശബ്ദവുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ ഇയർഫോണിൻ്റെ വോളിയം കൂട്ടുകയും അങ്ങനെ ഉണ്ടാകാവുന്ന പ്രശ്നം, അതായത് ചലനം കൊണ്ടുണ്ടാകാവുന്ന പ്രശ്നം പോലെ തന്നെ വോളിയം കൊണ്ടുള്ള പ്രശ്നവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇയർഫോൺ ഒന്ന് സാനിറ്റൈസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതാണ്. 60% കൂടുതൽ വോളിയം കൂട്ടാതിരിക്കുക. ഒരു ദിവസം പരമാവധി 1 മണിക്കൂർ, എത്ര കുറയ്ക്കുന്നു അത്രയും നല്ലത്, എങ്കിൽ പോലും പരമാവധി 1 മണിക്കൂറിനുള്ളിൽ
ഇയർഫോണിൻ്റെ ഉപയോഗം നിർത്തുക.